ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ മിനി വ്ലോഗാണ്. എൻ്റെ അമ്മയുടെ നാടാണ് കോഴിക്കോട്. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്താണ് ഈസ്റ്റ് ഹിൽ പറഞ്ഞ നമ്മളെ പഴശ്ശിരാജ മ്യൂസിയം. ഫേമസ് മ്യൂസിയമാണ് പഴശ്ശിരാജ മ്യൂസിയം, കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷം കണ്ടാലോ. കുട്ടികളെ പാർക്ക് കേട്ടോ, കളിക്കാൻ പറ്റിയത്. കണിക്കൊന്നതാ പൂത്ത്. ഇതാണല്ലോ പഴശ്ശിരാജ മ്യൂസിയം. ഇത് അടച്ചിട്ടാ തോന്നുന്നുണ്ട്. നല്ല വ്യൂ കേട്ടോ ഇവിടെ കാണാം. ഫുൾ മരങ്ങൾ, ചെടികൾ എല്ലാതും ഉണ്ട്. ഗൈസ് നോക്കൂ, പല സംഭവങ്ങളുണ്ട്, കുറേ ചെടികൾ. ഞങ്ങൾ ശനിയാഴ്ച ദിവസമായിട്ട് വന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടോ, കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. അതിമനോഹരമായി ചെയ്തിരിക്കുന്നത്. ചിത്രശലഭം ഉദ്യാനം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് സംഭവം. മക്കളൊക്കെ ഊഞ്ഞാലാടുന്നതാ. ഇതുവരെ ഞാൻ കണ്ടില്ല ഇവിടുത്തെ സ്ഥലം. രേഷ്മ ഇവിടെ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പറ്റി മനസ്സിലായത്. ഇവിടെ ഞങ്ങളുടെ നാടിൻ്റെ അടുത്താണ് ഈ എന്ത് ഇവിടെ അധികം കുറെ ഊഞ്ഞാലാ ഉള്ളത്. ഊഞ്ഞാലുണ്ട്. പിന്നെ നമുക്ക് വെറുതെ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കുറേ ഉണ്ട്. ആ ഊഞ്ഞാലെ പോയി അടിക്കോ? മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി. ഗൈസ് നോക്കൂ, നല്ല തണുപ്പ് ഫീലിംഗ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഗൈസ്, കേരളത്തിലെ ചിത്രശലഭങ്ങൾ ഉണ്ടോ? ഇവിടെ പല തരം ചിത്രശലഭങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫാമിലി കുടുംബം കണ്ടില്ലേ. നല്ല തണുപ്പുള്ള ഏരിയാസ്, നല്ല ശാന്തമായ ഏരിയ. ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയാം, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി ഒക്കെയാണ് ഇവിടെ എത്തിയത്. മീനൊന്നുമില്ല തോന്നുന്നുണ്ട്. അവിടുന്ന് വരുന്ന വെള്ളത്തിലൂടെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി എത്തുന്ന തോന്നുന്നുണ്ട്. മഴക്കാലത്ത് നല്ലതായിരിക്കും ഈ സംഭവം. ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും പല സെലിബ്രേഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ അത്. ആരും പെട്ടെന്ന് അറിയപ്പെടാത്തൊരു സ്ഥലമാട്ടോ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് എവിടെയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ചെറിയ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.